ഹായ്. ഇന്ന് ഈ ബ്രൗൺ ഗേൾ പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞോട്ടെ കേട്ടോ. അപ്പം അതിന് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു കഥയുണ്ട്. എന്നെ പെണ്ണ് കാണാനല്ല, എനിക്ക് വേണ്ടിയിട്ട് അച്ഛൻ ആലോചനകൾ ക്ഷണിച്ചുകൊണ്ട് എഴുതിയ ഒരു പത്രപരസ്യത്തിൻ്റെ കഥ. ഈ പത്രപരസ്യത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾ ലവ് മാരേജ് അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. അക്സെപ്റ്റബിൾ ആണെങ്കിൽ തന്നെയും എല്ലാം നോക്കിയിട്ടുള്ള ലവ് മാരേജ് ആണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലവ് കം അറേഞ്ച്ഡ് മാരേജസ് ആണ് അന്ന് കൂടുതൽ, അല്ലേ? ലൈക്ക് ഒരു പക്ഷേ കാസ്റ്റ് ആൻഡ് ക്രീഡ് കൂടെ നോക്കിയിട്ടായിരിക്കും അന്ന് അക്സെപ്റ്റൻസ് ഉണ്ടാവുക. അപ്പോൾ ദറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് കറക്റ്റായിട്ടുള്ള ആൾക്കാരെയൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ എന്ത് വഴിയിലാണ് വരുന്നതെന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ അറിയുന്നവർ തമ്മിലുള്ള വിവാഹം, അതായത് ഫാമിലീസ് അറിയുന്നവർ തമ്മിലുള്ള വിവാഹം, അല്ലെങ്കിൽ പത്രപരസ്യങ്ങളാണ് കൂടുതൽ. മനോരമ, മാതൃഭൂമി, കേരള കൗമുദി, അങ്ങനത്തെ പത്രങ്ങളിലാണ് സാധാരണ രീതിയിൽ അന്നൊക്കെ അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കുക. അപ്പോൾ എൻ്റെ വീട്ടിൽ അച്ഛൻ എഴുതി വെച്ചിരുന്നു ഒരു അഡ്വർടൈസ്മെൻറ്റ്. വായിക്കുന്നത് വായിച്ച് കേൾപ്പിക്കാൻ എൻ്റെ മനസ്സിൽ നിന്ന് കേട്ടോ. Seeks alliance for a beautiful girl, height 5 feet 5 inch tall, only daughter of government employees, father a retired class 1 officer and mother HSA. This is what it is. Okay, അപ്പം പിന്നെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മാവന്മാരൊക്കെ നല്ല പണ്ഡിതന്മാരും ഇംഗ്ലീഷിൽ അവഗാഹമുള്ളവരൊക്കെ ആയതുകൊണ്ട്, എൻ്റെ അച്ഛൻ അമ്മാവനാണല്ലോ, അമ്മയുടെ സഹോദരന്മാരെ സാധാരണ രീതിയിൽ നമ്മൾ കാണിക്കും. ഇങ്ങനത്തെ ഒരു മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ നടക്കുമ്പോൾ നമ്മൾ അമ്മാവന്മാരായിട്ടല്ലേ ഡിസ്കസ് ചെയ്യാം. അപ്പം എൻ്റെ മൂത്ത അമ്മാവൻ റിട്ടയേർഡായിരുന്നു, ലെഫ്റ്റനൻറ്റ് കേണലാണ്. അപ്പം പുള്ളിയാണെങ്കിൽ ഈ ബോളിവുഡ് ആക്ടേഴ്സിൻ്റെ പോലെ ഇരിക്കും. ഹിസ് വെരി ഹാൻസം. ഒരു പ്രായമായ ആളാണ്, ഹാൻസം ആയിട്ടുള്ള ആൾക്കാരെ കാണിക്കില്ലേ, അങ്ങനത്തെ ഒരാൾ. അപ്പോൾ വായിക്കുകയാണ് കേട്ടോ. അമ്മാവൻ വന്നിട്ട് എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും ഇരുന്നിട്ട് ഇത് പത്രത്തിൽ കൊടുക്കുന്നതിന് മുമ്പ് അവർ വായിക്കുകയാണ്. അമ്മാവൻ ഇതിങ്ങനെ നോക്കിയിട്ട് എന്നെ നോക്കിയിട്ട് അച്ഛൻ്റെ അടുത്ത് പറയണേ, ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ പാടില്ല, ഷീ ഈസ് നോട്ട് ഫെയർ സ്കിൻഡ്, സോ യു ഹാവ് ടു റൈറ്റ് ഗുഡ് ലുക്കിംഗ്. കേട്ടോ, ഫെയർ സ്കിൻഡ് ആയിട്ടുള്ള എൻ്റെ മക്കൾ, അതായത് പുള്ളിക്കാരൻ്റെ മക്കളെയാണ് ബ്യൂട്ടിഫുൾ എന്ന് എഴുതാൻ പാടുള്ളൂ എന്ന്. ഓഫ്കോഴ്സ് ആ ചേച്ചിമാർ ബ്യൂട്ടിഫുൾ ആണ്, ബ്യൂട്ടിഫുൾ അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ബ്യൂട്ടി ലൈസ് ഇൻ ദി ഐസ് ഓഫ് ദ ബിഹോൾഡർ എന്ന് കേട്ടിട്ടുണ്ടോ? നോക്കുന്ന ആളുടെ കണ്ണിലാണ് ബ്യൂട്ടി വരുന്നത്, അല്ലേ? അമ്മാവന് എന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ല, പക്ഷെ എൻ്റെ അച്ഛന് കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞ പ്രമാണത്തിൽ അച്ഛൻ എങ്ങനെ വിചാരിച്ച് കാണും, അല്ലേ? അതുകൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെ എഴുതിയത്. ബട്ട് സ്റ്റിൽ ബ്യൂട്ടിഫുൾ എന്ന് എഴുതുന്നോ ഫെയർ സ്കിൻഡ് എന്ന് എഴുതുന്നതൊക്കെ അന്ന് ആലോചിച്ച് നോക്ക്. ബ്രൗൺ സ്കിൻഡായിട്ടുള്ള ആൾക്കാരെ അത്ര അനഭിമിതരായിട്ട് കാണപ്പെട്ടിരുന്ന ഒരു സമൂഹം. വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല, പൊസിഷൻസിലിരിക്കാത്തവരല്ല, വളരെ എന്താ കൾച്ചേർഡ് എന്ന് നമ്മൾ പറയപ്പെടുന്ന ആർമി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു അദ്ദേഹമാണ്. അതും എൻ്റെ അമ്മയുടെ ഓൺ ബ്രദറാണ് ഈ പറഞ്ഞത്. അപ്പം എങ്ങനെ ഉണ്ടാവും കേട്ട് നിൽക്കുന്നവർക്ക്? എനിക്കിങ്ങനെ ഒരു വല്ലാണ്ട് തോന്നി. അന്നൊക്കെ നമ്മൾ നമ്മുടെ ഭംഗിയെ പറ്റിയും, അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക, കൊള്ളാം ഈ കുട്ടി എന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി ജീവിക്കുന്ന കാലഘട്ടമൊക്കെയാണേ. പിന്നീടല്ലേ മനസ്സിലായത് മറ്റുള്ളവർ പറയുന്നതിലല്ല നമ്മൾ എന്താ പറയുക നമ്മുടെ ഭംഗി ഇരിക്കുന്നതെന്ന്. നമ്മൾ എങ്ങനെയാണ് നമ്മളെ കണ്ടക്ട് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് ആളുകളോട് പെരുമാറുന്നത്, നമ്മൾ എങ്ങനെയാണ് പഠിച്ച് അല്ലെങ്കിൽ സംസ്കാരപൂർവം ഒരു ജീവിതം നയിക്കുന്നത്, ഇതൊക്കെയാണ് ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ പുരുഷൻ്റെ ആണെങ്കിലും വ്യക്തിത്വത്തിന് അടിസ്ഥാനം, അല്ലേ? അവരെ ഒരാൾ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും. പവർഫുൾ വ്യക്തിത്വം ഉള്ള ആൾക്കാരെ ചിലപ്പം ഇഷ്ടപ്പെടാറില്ല, എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടമല്ല. അതിന് ഒരു സേയിങ് ഉണ്ട്, everyone is not the cup of tea for everyone. I am not a cup of tea of everyone എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടമാകുന്നില്ല എന്ന് തന്നെ സാരം. ഇഷ്ടമാകണമെന്നും ഇല്ല, ഇഷ്ടപ്പെടൂ എന്നും പറഞ്ഞാൽ നമ്മൾ പോകേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ കളർ ബ്രൗൺ സ്കിന്നിനെ പറ്റിയിട്ടുള്ള ഒരു തരത്തിലുള്ള എന്താ വീക്ഷണം. അതേസമയം മുഖ്യധാര മൂവികളിലേക്ക് വന്നാൽ
അവിടെയും അതെ ഇങ്ങനെ തന്നെയാണ്. 90കളിലൊക്കെ ഉള്ള സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കബി ഖുഷി കബി ഗം, പിന്നെ അങ്ങനെ കുറേ സിനിമകളുണ്ട്. അതിന് മുമ്പ് വേറെ ഒരെണ്ണമുണ്ടല്ലോ, കൽ ഹോ ന ഹോ, ഞാൻ ഇന്ന് പറഞ്ഞായിരുന്നു അതിനെപ്പറ്റി. വേറൊരു മൂവി ഉണ്ടല്ലോ, കുച്ച് എന്താ കുച്ച് കുച്ച് ഹോത്താ ഹെ. അതിനകത്ത് കജോള് ചെറുതായിട്ട് ഇങ്ങനെ മുടി വെട്ടിയിട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ട് നേർഡ് ലുക്ക് എന്ന് പറയും. അപ്പോൾ സുന്ദരിയായിട്ട് ഇരിക്കണമെങ്കിൽ ബ്രൗൺ സ്കിൻഡ് ആകാൻ പാടില്ല, കണ്ണാടി വെക്കാൻ പാടില്ല, മുടി വെട്ടാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഒരു നാരേറ്റീവ് ഈ ഫിലിംസിലൂടെ കിട്ടുകയാണ് പണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പെൺകുട്ടികളെല്ലാവരും കൂടെ അതിനെ ഒന്ന് എന്താ മറികടക്കാൻ വേണ്ടിയിട്ട്, ഫെയർ സ്കിൻഡ് ആകാൻ വേണ്ടിയിട്ട് ഫെയർനെസ് പ്രോഡക്ട്സ് ഞാനും ഒക്കെ വാരി തേച്ചിട്ടുണ്ട്. ഫെയർ ആൻഡ് ലവ്ലി ഒരുപാട് തേച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലും മാർക്കറ്റിൽ വിറ്റ് പോകുന്നത് അല്ലേ. അപ്പം എന്തുകൊണ്ടാണ് അത് അങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മുടെ സമൂഹം, നമ്മൾ കാണുന്ന മൂവീസിൽ ഡിജക്റ്റ് ചെയ്യപ്പെടുന്ന ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊന്ന് നോക്കൂ. ഇതുപോലെ ആയിരിക്കും. ഒരു കറുത്ത കുട്ടിയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന റോൾ എന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ ഒരു ജോലിക്കാരി, അല്ലെങ്കിൽ ഈ നായികയുടെ ഒരു കാര്യവും ഇല്ലാതെ കൂടെ നിൽക്കുന്ന ഒരു എന്താ ഫ്രണ്ട്, അല്ലെങ്കിൽ ഒരു ഇച്ചിരി വണ്ണമൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു ജോക്കർ ഫ്രണ്ട് അല്ലേ. ജോക്കേഴ്സ് ആക്കിയിട്ട് കുറേ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രണ്ട്. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ എന്താ വണ്ണത്തിൻ്റെയും നിറത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മൂവിയിൽ കാണുന്നത്. അപ്പോൾ പിന്നെ സമൂഹം അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. അത് കണ്ട് വളരുന്ന 90കളിലുള്ള കിഡ്സ്, ലൈക്ക് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇതല്ലേ ചിന്തിച്ച് വളരുന്നത്. കുറേ മൂവികൾ നിങ്ങൾ എടുത്തു നോക്കും. പണ്ടത്തെ സിനിമകൾ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നും, പക്ഷേ എന്താണല്ലേ ഇങ്ങനത്തെ ഡയലോഗ്. ഒരിടയ്ക്ക് പാർവതി തിരുവോത്ത് മമ്മൂട്ടി എന്തോ ഒരു ഡയലോഗ് സ്ത്രീകളെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, ഏത് മൂവിയാണ്? അയ്യോ, എൻ്റെ പെട്ടെന്ന് എൻ്റെ നാവിൽ വരുന്നില്ല. എനിക്ക് സിനിമകളുടെ കാര്യം പറയുമ്പോൾ എല്ലാം ഓർമ്മ വരും, പെട്ടെന്ന് ആ മൂവിയുടെ പേരങ്ങ് മറന്നു പോകും. പറഞ്ഞു വരുന്നതിൻ്റെ ഇടയ്ക്ക് ഓർമ്മ വരുന്നതാണ്, ഏതുകൊണ്ടാണ് ഈ കുഴപ്പം. കസബ എന്ന് പറഞ്ഞ സിനിമയിൽ അങ്ങനെ ഒരു മിസോജിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള വൾഗർ ഡയലോഗ്സ് എങ്ങനെയാണ് മമ്മൂക്ക പറയുന്നത്, ശരിയാണോ എന്നൊക്കെ പറഞ്ഞൊരു വലിയ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായി. അത് മമ്മൂട്ടീനെ പറയുന്നതല്ല. മമ്മൂട്ടി എന്ത് ചെയ്യാനായിട്ടാണ്? ആ സിനിമയിലെ ഡയലോഗ് റൈറ്റർ അങ്ങനെ എഴുതുന്നതുകൊണ്ടാണ്. ഇപ്പം കുറച്ച് മാറ്റി ചിന്തിച്ചു തുടങ്ങി ആൾക്കാരൊക്കെ. അല്ലെങ്കിൽ ഡയലോഗ് പറയുന്ന ആളുകൾ വരെ പറയാൻ തുടങ്ങി, ഇല്ല ഞാൻ ഇനി ഇങ്ങനെ പറയില്ല. കാരണം അവരറിഞ്ഞോ അറിയാതെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള രീതിയിലായിരിക്കും അവരങ്ങനെ പറഞ്ഞു വന്നത്. ഞാൻ ഇത്രയും പറയാൻ ഇന്ന് എന്നെ പ്രകോപിപ്പിച്ച അല്ലെങ്കിൽ പ്രചോദിപ്പിച്ച കാരണം എന്താണെന്നറിയോ? ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ നിങ്ങൾ പൂർണിമ ഇന്ദ്രജിത്തിൻ്റെ അനുജത്തി ഒരു നല്ല കുട്ടികളാണ് കേട്ടോ. എനിക്കവരെ നേരിട്ട് പരിചയമില്ലെങ്കിലും അവരുടെ ഒരു എൻതൂസിയാസവും, പിന്നെ ഞാൻ അറിയുന്ന അല്ലെങ്കിൽ ഞാൻ എപ്പോഴും കാണാറുണ്ടായിരുന്ന ഒരു വക്കീലിൻ്റെ മകളുമാണ് അവർ. ഞാൻ ചെറിയ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ സാറിനെ ഞാൻ പല സ്ഥലങ്ങളിലും കേസ് നടത്തുന്നത് കണ്ടിട്ടുണ്ട്. മോഹൻ സാർ, പുള്ളിയുടെ മക്കളാണ് കേട്ടോ ഇവർ. നല്ല കുട്ടികളാണ്. പക്ഷെ ഞാൻ അതല്ല പറയാൻ വന്നത്. ഇന്നത്തെ ഒരു റീലിനകത്ത് അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ടായിരിക്കാം, OHF ഫ്ലീ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ ബിസിനസ് നടത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രൊമോഷന് വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പ്രിയ വന്നിട്ട്, പ്രിയയുടെയും പിന്നെ അവരുടെ വൈഫിൻ്റെ പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡിൻ്റെ പേര് നിഹാൽ പിള്ള എന്നാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി കൊളാബ് ചെയ്തിട്ട് ഒരു ആഡ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു, പ്രൊമോഷൻ അവരുടെ ഇതിൽ. അതിനകത്തെ ഈ പ്രിയ ഒരു അടി കൊടുക്കുന്നു ഈ ഹസ്ബൻഡിന്, നല്ലൊരു അടി. എനിക്ക് ഹസ്ബൻഡിനാണെങ്കിലും അല്ലെങ്കിൽ വൈഫിനാണെങ്കിലും ഫിസിക്കൽ അബ്യൂസ് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ട് ഒരു പ്രൊമോഷൻ, അത് നന്നല്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാനതിൽ പോയി പറഞ്ഞു. അവരത് ഇങ്ങനെ എന്താ പറയുക, അവർക്ക് ഇഷ്ടമായോ ഇല്ലയോ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, ബിക്കോസ് ഇറ്റ്സ് എ പബ്ലിക് പ്ലാറ്റ്ഫോം, ഐ വോണ്ടഡ് ടു ടെൽ. ഞാനതിപ്പോൾ പല സ്ഥലത്തും പറയുന്നുണ്ട്, നിങ്ങൾ ഹസ്ബൻഡ്സിനെ എടാ പോടാന്ന് വിളിക്കാതിരിക്കുക. പുതിയ ഒരു കാലഘട്ടമാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനം കാണിക്കും. അത് നല്ലതല്ലേ? എന്നെയും ബഹുമാനിക്കുക, എൻ്റെ ഹസ്ബൻഡിനെയും ഞാൻ അങ്ങോട്ട് തിരിച്ച് ബഹുമാനിക്കുക. അല്ലെങ്കിൽ എൻ്റെ ബ്രദറിനെയാണ് എനിക്ക് എടിയെന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. ചെറുപ്പം മുതലേ ആരെങ്കിലും എന്നെ ഡി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയോ അച്ഛനോ ആരെങ്കിലും പറഞ്ഞാൽ എനിക്കൊരു പേരില്ലേന്ന് ചോദിക്കും. അത് എനിക്കത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ അപ്പച്ചി അങ്ങനെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ടെന്നുകൊണ്ട്. എന്തിനാ കൊച്ചിനെ എടിയെന്ന് വിളിക്കണേ, പേര് വിളിച്ചൂടെ അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു ഓർമ്മ എവിടെ നിന്നാന്ന് അറിയില്ല. എനിക്ക് ചെറുപ്പം മുതലേ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് എന്നെ പേര് വിളിച്ചാൽ മതി കേട്ടോ, എന്നെ മോൾട്ടീന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ എന്നെ ആകാന്ന് വിളിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ
അതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അങ്ങനെ ഒരു രീതിയുണ്ട്. ഞാൻ ഇന്നും ഇന്നലെയായിട്ട് അങ്ങനെ ചെയ്യുന്നതല്ല കേട്ടോ. ഈ എടി വാടി പോടി സംസ്കാരം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ചിലർ പറയുമായിരിക്കും ഇതിലെന്തിരിക്കുന്നു എന്ന്. പക്ഷേ അത് എനിക്ക് ഇഷ്ടമല്ല. ഞാനത് എനിക്ക് തോന്നുന്നു സമൂഹത്തിലേക്ക് ഞാൻ കൊടുക്കുന്ന മെസ്സേജിൽ എനിക്ക് ഉൾപ്പെടുത്താമല്ലോ അല്ലേ. അപ്പോൾ അതിനകത്ത് ആ അടിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് ഞാൻ വിചാരിച്ചു നമ്മൾ തന്നെയല്ലേ ഇങ്ങനെയുള്ള നറേറ്റീവ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായി. ഒരടിയുടെ കുറവുണ്ട്. അവരതൊരു തമാശയായിട്ട് എടുക്കുകയാണ്. ഇത് തമാശയാണോ അറിയില്ല കേട്ടോ. എൻ്റെ പെർസ്പെക്റ്റീവാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഡിഫർ ചെയ്യാം. എത്ര പേര് ഡിഫർ ചെയ്യുന്നുണ്ട്. നല്ലത് പറഞ്ഞാലും ഡിഫർ ചെയ്യുന്നുണ്ട് ആളുകൾ. ദാറ്റ്സ് ഓക്കെ. അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും. അല്ലെങ്കിൽ അവരുടെ ഒരുപക്ഷെ അവരുടെ ലൈഫിൽ അവരിത് അനുഭവിച്ചിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പോൾ അവർക്കത് ഡിഫർ ചെയ്തല്ലേ പറ്റുള്ളൂ. അവർക്ക് അവരുടെ ഒപ്പീനിയൻ പറഞ്ഞല്ലേ പറ്റുള്ളൂ. പറഞ്ഞോളൂ കേട്ടോ. അത് കുഴപ്പമില്ല. എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതായത് ഇങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്ക് പറയാമല്ലോ ശരിയാണ് ആകെ പറഞ്ഞത്. ഇങ്ങനെ ഹസ്ബൻഡിനെ അടിക്കുന്നതായാലും വൈഫിനെ അടിക്കുന്നതായാലും കാണിക്കരുത്. അതേപോലെ ഇതിനു മുമ്പ് വേറൊരു റീലിനകത്ത് ഇതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ 1 മിനിറ്റ് റീലിൽ ഒരു പയ്യൻ വന്നിട്ട് ഒരു ഗേൾ ഫ്രണ്ടുമായിട്ട് വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ നടന്നു പോകട്ടോ. നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗേൾ ഫ്രണ്ടിൻ്റെ ബ്രദേഴ്സാണ് നമുക്ക് പിന്നെ മനസ്സിലാവണം. അവർ വന്നിട്ട് ഈ പയ്യനെ അടിച്ച് ശരിയാകുമ്പോൾ ഇവൻ തിരിച്ചു ഓടുകയാണ്. അടിക്കാനായിട്ട് ഇങ്ങനെ വലിയൊരു കടാരി അതാണ്ടൊക്കെ കൊണ്ടുവന്ന് ഇവനെ ശരിയാക്കാൻ വരുമ്പോഴേക്കും ഇവനെ ഓടി മറിഞ്ഞ് രക്ഷപ്പെട്ട് ഓടുന്നതായിട്ടൊരു കാഴ്ച. ഇതെന്താണ് ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ടത്? അതായത് ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ആങ്ങളമാരെ അടിച്ചോടിക്കുമ്പോൾ നീ ഓടിക്കോണം എന്നാണ് പറയുന്നതെന്നാണ് അവരതിൻ്റെ താഴെ പറയുന്നത്. പക്ഷെ അതിനൊരു സുഖം തോന്നുന്നില്ല അല്ലേ. അതായത് ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഒരു ലവ്ഷിപ്പോ കോട്ട്ഷിപ്പോ ഒക്കെ ചെയ്യുമ്പോൾ ആങ്ങളമാർ ഈ പ്രേമിക്കുന്നവനെ അടിക്കണം എന്നുള്ള ഒരു പോയിന്റും അവിടെ വരുന്നില്ലേ, അല്ലെങ്കിൽ അടി കൊള്ളും എന്നുള്ളൊരു പോയിന്റും വരുന്നില്ലേ. ഈ ഒരു നറേറ്റീവ്സൊക്കെയാണ് ഞാൻ പറയുന്നത് നമ്മൾ മാറ്റണമെന്ന്. നമ്മൾ തന്നെ മാറ്റിയാലേ അത് മാറുള്ളൂ. നമ്മളല്ലേ ഇപ്പം ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ആളുകളാണ് ഇന്നത്തെ സമൂഹം. അപ്പം നമ്മൾ മാറ്റിയില്ലെങ്കിൽ പിന്നെ ആര് മാറ്റും എന്നാണ് എൻ്റെ ചോദ്യം. ഇതൊക്കെ ശരിക്കും എന്താ ഞാൻ പറയണേ, ഓരോരുത്തരുടെ ഐഡിയയിൽ വിരിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പറയും ചേച്ചി അപ്പോൾ ഇതൊക്കെ കാണിച്ചില്ലെങ്കിൽ എന്തുവാണ് എൻ്റർടൈൻമെൻ്റ് ഉള്ളതെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. ഇവർ കാണിക്കുന്നതിൽ നിന്നും എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ചോദ്യങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു പക്ഷേ എൻ്റർടൈനേഴ്സിന് ചിലപ്പം വേറെ സബ്ജക്റ്റ് ഇല്ല, വിഷയദാരിദ്ര്യമായിരിക്കാം അല്ലേ. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വണ്ണമുള്ളവരെ വെച്ച് ചിരിക്കുക, കറുത്ത ആൾക്കാരെ വെച്ച് ചിരിക്കുക, നല്ല ഭംഗിയുള്ള സുന്ദരിയായ സ്ത്രീയെ വെച്ചിട്ട് ആരും ചിരിക്കാറില്ല. അപ്പം എന്ത് എല്ലാവരും വിചാരിക്കും നമ്മൾ വണ്ണം കുറയണം. നമ്മുടെ വിദ്യാബാലനില്ലേ, പുള്ളിക്കാരത്തി എന്ത് ബബ്ലി ആയിട്ടിരുന്നതല്ലേ. എന്തൊക്കെയോ കാണിച്ച് വണ്ണം കുറച്ചിട്ടുണ്ട്. എക്സസൈസ് ചെയ്തിട്ടാണോ എന്താ അത്, ഇനിയിപ്പോൾ ഹെൽത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണോ ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ ഒരു ലുക്ക് എന്ന് പറയണത് ഓരോരുത്തർക്കും ഓരോ ലുക്കല്ലേ. ഒരുപാട് ഇങ്ങനെ ഒട്ടിപ്പോകുമ്പോൾ ഒരു ലുക്ക് കുറയുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. അത് പിന്നെ അവരുടെ ഇഷ്ടമാണ്. അല്ല ഞാൻ പറയാം. അപ്പോൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കിടന്ന് ഓടുന്നു, നിറം വയ്ക്കാൻ വേണ്ടിയിട്ട് ഓടുന്നു. അറിയാതെ എല്ലാവരും ഇതിനകത്ത് വീണ് പോകാറുണ്ട്. ഞാനൊരു പക്ഷേ ചെറുപ്പത്തിലെ എന്നെ റിജക്റ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ എന്താ പറഞ്ഞ നിറം കുറവെന്നുള്ള രീതിയിൽ. ഒരു പക്ഷേ അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള പിള്ളേരാണെങ്കിൽ ഇപ്പോൾ ഗ്ലൂട്ടാത്തിയോൺ എടുക്കും, ഇഞ്ചക്ഷൻ എടുക്കും, മരുന്ന് കഴിക്കും, വെളുത്തിരിക്കട്ടെ, അതാണ് ഭംഗിയെങ്കിൽ അല്ലേ. ഇതിനകത്തും പക്ഷെ പാട്ടുകൾ വരുന്നുണ്ട് ചിലപ്പോഴൊക്കെ. കറുപ്പിനഴക് എന്നൊക്കെ പറഞ്ഞാൽ പാട്ട് കേൾക്കുമ്പോൾ ഈ ഡാർക്ക് സ്കിൻഡ് അല്ലെങ്കിൽ ബ്രൗൺ സ്കിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചൊരു അപ്ലിഫ്റ്റ്മെൻറ്റ് തോന്നാറുണ്ടല്ലേ. അത് എന്തുകൊണ്ടാണ് തോന്നുന്നത്? ബിക്കോസ് വെളുപ്പിനാണ് അഴകെന്നുള്ള ഒരു നാരേറ്റീവ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ കുറേ ആൾക്കാർ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ പാട്ടൊക്കെ എഴുതി പെൺകുട്ടികൾക്ക് കുറച്ചൊരു ഹെൽപ്പ് കൊടുക്കും. പിന്നെ ഉണ്ടായിരുന്നല്ലോ, കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ. അതൊക്കെ നല്ല എന്താ പറയുക, നിറം കുറഞ്ഞവർക്ക് ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറയാതെ വയ്യ കേട്ടോ. സോ വേറെ ഒരു പഴഞ്ചൊല്ലുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താണ്, ഈ വെള്ളിയിലെ താളിയാണ് അതിൻ്റെ ഉത്തരം. അതിന് പറയുന്നത് അമ്മ വെളുമ്പി മോള് കറുമ്പി മോളുടെ മോളോ സുന്ദരി. ഇങ്ങനെ ഒരു ഇത് കേട്ടിട്ടുണ്ടോ? അമ്മ വെളുമ്പി, ആ ഇല വെളുത്തിരിക്കുന്നത്, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള മൊട്ടാണോ എന്തുവാ കറുമ്പി എന്ന് പറയുന്നത്? അതോ അമ്മ കറുമ്പി മോള് വെളുമ്പി എന്നാണോ? അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ. അമ്മ കറുമ്പി മോള് വെളുമ്പി, മോള് വെളുത്തിരിക്കുന്ന ഇല, മോളുടെ മോള് സുന്ദരി, അതിനകത്തൊരു പൂവ്, റെഡ് പൂവ് വരുന്നത് അല്ലേ. ഇതൊക്കെ പണ്ടത്തെ കാലത്തും ഉണ്ട്. അപ്പോൾ കറുമ്പി എന്ന് പറയുമ്പം ഒന്നുമില്ല, ഭംഗിയില്ല എന്നുള്ള അർത്ഥം വന്നു.
ശരി, വെറുതെ ഇങ്ങനെ ചില ടോക്സ് ചില സമയങ്ങളിൽ എൻ്റെ മനസ്സിലുള്ള വിഹുലതകളും കൂടെ ആയിരിക്കും കേട്ടോ പറയുന്നത്. എനിക്ക് നിങ്ങൾ ഓരോരുത്തരും എനിക്ക് സുഹൃത്തുക്കളാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇഷ്ടക്കേടുകളുണ്ടെങ്കിൽ അത് ഇതിൽ പറയാതിരിക്കുക കേട്ടോ. എനിക്ക് വിഷമമാണ്, എനിക്കിപ്പോൾ അതൊന്നും തരണം ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എല്ലാവരോടും പറയും ഞാൻ ദേ ഇങ്ങനെ തൂത്ത് കളയുന്നു, പക്ഷേ കുറച്ച് നേരം ഇരുന്ന് ആലോചിച്ചേക്കും. ഇന്നലെ ആരോ ഒരു കമൻറ്റ് ഇട്ടു, എന്നിട്ടത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനകത്ത് പറഞ്ഞു, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഗോൾഡിനെ പറ്റി പറഞ്ഞില്ലേ, അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് എപ്പോഴും എന്നെ കാണുന്ന ഒരാൾക്ക് എന്നോട് ഇഷ്ടക്കുറവുണ്ടായി എന്ന് പറഞ്ഞു. ഞാൻ ഒരു 10 പ്രാവശ്യം പിന്നെ വീഡിയോ പോയി നോക്കിയിട്ടുണ്ട്, എന്താണാവോ ഞാൻ ഇഷ്ടക്കുറവുണ്ടാകാൻ പറഞ്ഞതെന്ന്. അതിൽ ഒരു സാമൂഹികമായിട്ട് ഇഷ്ടക്കുറവുണ്ടാകേണ്ട ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. കല്യാണം കഴിച്ചു വരുന്ന പെൺകുട്ടികളുടെ ഗോൾഡ് അവരുടേതാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിലെന്താ തെറ്റല്ലേ? അതിന് പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, യെസ്, ഐ ആം ഓൺ സോഷ്യൽ മീഡിയ, പീപ്പിൾ വിൽ കം ആൻഡ് ത്രോ സ്റ്റോൺസ് അറ്റ് മീ. മാവുള്ള മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ, മാമ്പഴമുള്ള മാവിലെ കല്ലെറിയൂ അല്ലേ? സ്വന്തം പറഞ്ഞ് രസിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓക്കെ ആയിട്ടോ. പക്ഷെ എന്നാലും നിങ്ങൾക്ക് അങ്ങനെ എന്നോട് ഒരു അസ്കിത തോന്നേണ്ട എൻ്റെ ഏതെങ്കിലും വീഡിയോസ് കണ്ടിട്ടെങ്കിൽ കമൻ്റ് അടിക്കണ്ട കേട്ടോ. ഇഷ്ടമല്ലാത്ത ഒരു കമൻ്റ് അടിക്കേണ്ട, നന്മ പറയാൻ മാത്രം കമൻ്റ് അടിക്കൂ പ്ലീസ്. എന്താണെന്നറിയോ, ശരിയാണ്, നമ്മൾ ക്രിറ്റിസിസവും എടുക്കണം. എൻ്റെ അമ്മ എപ്പോഴും പറയും നിന്നെ ക്രിട്ടിസൈസ് ചെയ്താൽ നിനക്ക് ഇഷ്ടാവില്ല എന്ന്. അറിയട്ടെ, ഞാൻ പിന്നെ പിന്നോട്ട് വലിയണേ എന്തിനാ? ഞാൻ പിന്നോട്ട് വലിഞ്ഞു പോകും. അങ്ങനെ ചെയ്യണ്ട. എനിക്ക് മുമ്പോട്ട് തന്നെ നടക്കണം. ഇതെന്നെ എല്ലാവരും പറയും, അത് നമ്മളെ എഫക്റ്റ് ചെയ്യണില്ല എന്ന് ഓർത്ത് പോകണം എന്ന് പറയാം. ഏതോ ആളുകളല്ലേ പറയുന്നതെന്ന്, നിങ്ങളുടെ ആരും അല്ലല്ലോ പറയുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല, എന്നെ കേൾക്കുന്നവരെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത്. സോ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നമസ്കാരം, താങ്ക് യു.